സുജിയ, പാർട്ടി പോരണോ എന്ന് ചോദിക്കുമ്പോൾ CPM പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുന്നു എന്നുള്ളതാണല്ലോ. 2006 ശേഷം ഇതാദ്യമായി. അപ്പോൾ പാർട്ടി ഒരു പോരാട്ടത്തിലേക്ക് തന്നെ ഇറങ്ങുകയാണ് അല്ലേ? പാർട്ടി പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായും പാർട്ടിക്കാരനായ ഒരാളെ ഇറക്കുന്നു. കുഞ്ഞാലിക്ക് ശേഷം ശരിക്കും 2006 എന്നതിനപ്പുറം നമുക്ക് ഈ ഒരു 47 വർഷത്തെ ഒരു ചരിത്രം പിന്നിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ കുഞ്ഞാലിക്ക് ശേഷം അത്രയ്ക്ക് ഒരു ചുവപ്പൻ സഖാവിനെ നിർത്തി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നതാണ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്കൊരു ആത്മവിശ്വാസമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം എം സ്വരാജിലേക്ക് എത്തുന്നു. അതിനു മുൻപ് മറ്റു പല പേരുകളും പരിഗണിക്കപ്പെട്ടതാണ്. ജയമുറപ്പല്ല എന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ജയമുറപ്പിക്കാം എന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ചും അൻവർ ഇടഞ്ഞു നിൽക്കുമ്പോൾ UDF-നുള്ളിൽ അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സ്വരാജ് എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വരാജിനെ നേരത്തെ തന്നെ വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എം സ്വരാജിനെ നിർത്തുമ്പോൾ അവിടെ വിജയം ഉറപ്പാണ് എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തുമ്പോഴാകണം നിർത്താൻ എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എം സ്വരാജ് നിലമ്പൂരുകാരനാണ്. ശരിക്കും എം സ്വരാജിന് ഇതൊരു ജന്മദിന സമ്മാനം പോലെ കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ May 27. അപ്പോൾ ഇന്നിപ്പോൾ 30-ാം തീയതിയാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പോൾ എം സ്വരാജിന് ഒരു ജന്മദിന സമ്മാനം പാർട്ടി കൊടുത്തതാണോ? സ്വദേശത്ത് സ്വരാജ് മത്സരിക്കട്ടെ എന്ന രീതിയിൽ എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം. അപ്പോൾ സ്വദേശം എന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് കുറച്ച് മാസങ്ങളായി സ്വരാജ് അവിടെ ഉണ്ട്. പാർട്ടി അവിടെ സ്വരാജിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ ക്ലാരിറ്റിയുള്ള ചോയ്സായിട്ടാണ് എം സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പിനെ ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു. PV അൻവറിന് ഒരു തുടർച്ച പോലെ ഇപ്പോൾ ഡോക്ടർ ഷിനാസ് ബാബുവോ അല്ലെങ്കിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ പൊതുസമ്മതനായ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ സാംസ്കാരിക മുഖമായ മറ്റൊരാളെ കണ്ടെത്താമായിരുന്നു, നിർത്താമായിരുന്നു. എന്നാൽ അതിലേക്കല്ല പോകുന്നത്. 30-ാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെ കൂടിയാലോചനയ്ക്ക് ശേഷം. അപ്പോൾ സ്വതന്ത്രനല്ലാത്ത ഒരു സ്വന്തം സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നത് ആര്യാടൻ ഷൗക്കത്തിന് പിന്നിൽ അണിനിരക്കുന്നവരുടെ ആ ഒരു കൂട്ടായ്മയിലെ വിള്ളൽ കണ്ടുകൊണ്ടാണ്. അത് PV അൻവറിൻ്റെ കാര്യം മാത്രമല്ല, VV പ്രകാശ് ഫാക്ടർ അടക്കം പ്രയോജനപ്പെടുത്താൻ CPIM തീരുമാനിച്ചിരിക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്ററുടെ ലേഖനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. VV പ്രകാശിൻ്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വെച്ചുകൊണ്ടാണ് ആ ഒരു ലേഖനം നടത്തുന്നത്. ഇവിടെ പ്രാദേശികമായി ആളുകൾക്ക് പരിചിതനായ K ബാബുവിനെ ഒരിക്കൽ തോൽപ്പിക്കുകയും K ബാബുവിനോട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു നേതാവാണ് സ്വരാജ് എന്നതുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഒരു ഫൈറ്ററായി സ്വരാജിനെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിൽ കാണുന്നത്. ആര്യാടൻ ഷൗക്കത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ പാർട്ടിയുടെ ഒരു തീപ്പൊരി നേതാവിനെ, ഒരു യുവമുഖത്തെ തന്നെ ഇറക്കുകയാണ്. അപ്പോൾ ഇതൊരു ക്ലിയർ പൊളിറ്റിക്കൽ ഫൈറ്റായി മാറുകയാണ്. LDF വേഴ്സസ് UDF എന്നതിനൊപ്പം തന്നെ നമ്മളിവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായിസത്തിനെതിരെ PV അൻവർ രാജിവെച്ച് MLA സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം പിണറായിസമാണല്ലോ. പിണറായിസത്തിനെതിരായ പോരാട്ടമാണെങ്കിൽ ആ പിണറായിസത്തിന് വേണ്ടി ബാറ്റ് ചെയ്യാനായിട്ടാണ് എം സ്വരാജിനെ ഇറക്കുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി ചോയ്സ് ആയിട്ടാണ് എം സ്വരാജ് വരുന്നത്. അപ്പോൾ ഇവിടെ പിണറായിസം ജയിക്കുമോ അതോ മറുഭാഗത്ത് അൻവറിനെ അടർത്തിയെടുത്ത് നിർത്തിയിരിക്കുന്ന സതീശനിസം വിജയിക്കുമോ? ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇസം വിജയിക്കുമോ എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രതിഫലനമായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ക്വാർട്ടർ ഫൈനലായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായി വരാൻ പോകുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 8-9 മാസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്വാർട്ടർ ഫൈനലിൽ വിജയിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. പോയാൽ അൻവർ പോയതുകൊണ്ട് പോയ ഒരു സീറ്റ് എന്നവർക്ക് പറയാം. പ്രതിപക്ഷത്തിന് അത് വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജമായി മാറുകയും ചെയ്യും. ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവിടെയുള്ള കേഡർമാർക്കിടയിൽ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. അത് ആ പ്രകടനത്തിലായാലും അവിടെ പ്രചാരണത്തിന് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നതിൽ അതിൽ ബാലസംഘം മുതൽ അങ്ങോട്ട് ഇറങ്ങും. നിലമ്പൂരിൽ അവരതൊരു പ്രസ്റ്റീജിയസ് ഫൈറ്റായി ഇതിനെ എടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഇപ്പുറത്ത് അൻവർ മത്സരിക്കുമോ, അൻവർ മത്സരിച്ചാൽ UDF-ന് കിട്ടാനുള്ള വോട്ട് പോകുമോ, മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ പോകുമോ, അങ്ങനെയുള്ള പല ആശങ്കകൾ അലട്ടുന്ന ഈസി വാക്ക് ഓവർ സ്വപ്നം കണ്ടിരുന്ന UDF-ന്റെ ഒരു ആശങ്ക നിൽക്കുന്നത് എം സ്വരാജ് വരുമ്പോൾ എം സ്വരാജിനെ വെല്ലുവിളിച്ച് വരുത്തുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ. എന്നാൽ എം സ്വരാജിന് മത്സരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ദാ എം സ്വരാജ് ഉണ്ട്, തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെല്ലുവിളിയെയും മറികടക്കാൻ CPIM തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണേണ്ടത്. ഇതോടൊപ്പം തന്നെ ഞാൻ ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്ക് കൂടിയാണ്. 4 വർഷം സർക്കാർ പൂർത്തിയാക്കി, രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായി എടുത്ത് നോക്കുകയാണെങ്കിൽ 9 വർഷം പൂർത്തിയാക്കി. ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും ഇറക്കി. ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആദ്യത്തെ മാർക്കിടൽ നിലമ്പൂരിൽ നടക്കാൻ പോവുകയാണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് PV അൻവർ എത്ര കൂട്ടിച്ചേർത്ത് കൊടുക്കും? ഇടത് സ്വതന്ത്രന്റെ മനസ്സ് ഇപ്പോഴും അൻവറിന് പോയിട്ടില്ല എന്നാണ് അൻവറിന്റെ പല പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അൻവറിനെ UDF-ലേക്ക് ഇപ്പോൾ അസോസിയേറ്റ് കക്ഷിയാക്കി ഉൾപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് UDF എത്തിയിരിക്കുകയാണ്.
പ്രഖ്യാപനമാണ്. ആര്യാടൻ ഷൗക്കത്തിനെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കാമെന്നുള്ള അൻവറിന്റെ പ്രഖ്യാപനം വേണം. അത് നമ്മൾ ഈ രാത്രിയിൽ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അൻവർ എന്ത് പറയാൻ പോകുന്നു എന്നത് പ്രധാനമാണ്. അൻവർ മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അത് UDF-ന് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും ആ വോട്ട് പിടുത്തം എന്നുള്ളത് ഉറപ്പാണ്. ക്രിസ്ത്യൻ വോട്ടുകളിൽ എത്ര എണ്ണം ആര്യാടൻ ഷൗക്കത്ത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു മുസ്ലിം കാഴ്ചപ്പാടുള്ള ആളാണ് എന്ന കാര്യം നമ്മൾ അംഗീകരിക്കുമ്പോഴും എത്രത്തോളം ആര്യാടൻ ഷൗക്കത്തിന് പേഴ്സണലായി വോട്ട് പിടിക്കാൻ കഴിയും, M സ്വരാജിന് എത്രത്തോളം പേഴ്സണലായി വോട്ട് പിടിക്കാൻ കഴിയും, അൻവർ എങ്ങനെയായിരിക്കും ഈ വോട്ടിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താൻ പോവുക, ഈ ഒരു ഫാക്ടറിലേക്ക് പൂർണ്ണമായും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം അത് M സ്വരാജ് ആണ് വിജയിക്കുന്നതെങ്കിൽ അവിടെ ജയിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. M സ്വരാജിനെ ഇറക്കി ബാറ്റ് ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിലമ്പൂരിൽ ആ ഒരു വിജയത്തിലേക്ക് എത്തുക, സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതാണ് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ചേലക്കരയായാൽ അവരവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി, പാലക്കാട് കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ സിറ്റിംഗ് സീറ്റുകൾ അതാത് മുന്നണി അല്ലെങ്കിൽ അതാത് കക്ഷി നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ അൻവർ പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായും അൻവറിന്റെ മനസ്സും ശരീരവും എല്ലാം UDF-ൽ ലയിക്കണം. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കിയാൽ പൂർണ്ണമായും അൻവർ അങ്ങ് വന്ന് ലയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അൻവർ ആഗ്രഹിക്കുന്നത് ഘടകകക്ഷി എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അസോസിയേറ്റ് ആക്കാനുള്ള പ്രഖ്യാപനം മെയ് 2-ാം തീയതിക്ക് ശേഷം അടുത്ത ദിവസങ്ങളിൽ നടത്തണമായിരുന്നു. അതുണ്ടായില്ല. വച്ചു താമസിപ്പിച്ചു. ഒരു ഭിക്ഷാം ദേഹിയെ പോലെ നടത്തിച്ചു. ഇന്ന് സണ്ണി ജോസഫ് ഫുട്ബോളിലാണോ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞത് ഡോർ അടച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ വാക്കുകളിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലതും പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് പറഞ്ഞതിൽ, അതിന്റെ തലേദിവസം പറഞ്ഞതിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് ഇന്നും VD സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ അൻവറിന്റെ പ്രഖ്യാപനം എന്താകും എന്നതാണ് ഇതിലെ ഒരു ഡിസിസീവ് ഫാക്ടറായി ഞാൻ കാണുന്നത്. ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, ഒപ്പം നിലമ്പൂരിൽ PV അൻവർ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. Meet the editors.